ഓട്ടിസം, ADHD ഒക്കെയുള്ള കുട്ടികളുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ബിഹേവിയറിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയർ എന്ന് പറയുന്നത് ഈ കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു ബിഹേവിയറും കൊണ്ടല്ലല്ലോ വരുന്നത്. നമ്മളും അങ്ങനെയല്ല. നമ്മൾക്ക് കാലാകാലങ്ങളിൽ നമ്മളുടെ ബിഹേവിയറുകളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട്, അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിവിടെ പന്തിയാകത്തില്ലെന്ന് കണ്ടാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സയന്റിഫിക് ടേംസ് ഉപയോഗിക്കാതെ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. നമ്മളൊരു സ്വഭാവം ഇവിടെ ചേരത്തില്ലെന്ന് കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് മാറ്റും. സാധാരണ കുഞ്ഞുങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ബഹളം ഉണ്ടാക്കി, ഒരു ഐസ്ക്രീം കിട്ടണം അല്ലെങ്കിൽ ഒരു മിഠായി മേടിച്ച് കിട്ടണം എന്നൊരു ബഹളം ഉണ്ടാക്കി. അപ്പൊ പേരന്റ് വഴക്ക് പറയുകയോ നുള്ളുവോ അടിക്കുകയോ ഒക്കെ ചെയ്യും. ഒക്കെ സാധാരണ ആരും കാണത്തുപോലുമില്ല, ഒരടിയൊക്കെ കൊടുക്കും. അപ്പോഴേക്കും ഒരു തവണ കിട്ടിയാലേ 2 തവണ കിട്ടുമ്പോഴേക്കും കുട്ടിക്ക് മനസ്സിലാവും എത്ര ചിണുങ്ങിയാലും ഇത് കിട്ടത്തില്ല. ചില പേരന്റ് ആണെങ്കിൽ ഒന്ന് കരയാൻ തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ കാണുമല്ലോ എന്നോർത്ത് അത് വാങ്ങിക്കൊടുക്കും. അപ്പൊ ഈ 2 തരത്തിലുള്ള കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത്? വാങ്ങിക്കൊടുക്കുന്ന കുട്ടിക്ക് ഈ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ഇത് അമ്മ അല്ലെ അച്ഛൻ സാധിച്ചു തരും, അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആ കുട്ടി റിപ്പീറ്റ് ചെയ്യും. ഇനി കിട്ടാതെ പോയ കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ എത്ര ബഹളം വെച്ചാലും ഈ പേരന്റ് ഇത് നടത്തി തരത്തില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ബഹളം ഉണ്ടാക്കണ്ട. അപ്പൊ ആരെങ്കിലും അമ്മയോ അച്ഛനോ ഗ്രാൻഡ് പേരൻസോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് കുട്ടി ഈ നിർബന്ധ ബുദ്ധിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ ഗ്രാൻഡ് പേരൻസ് വീട്ടിലുണ്ടെങ്കിൽ പറയും, ഒരു മുട്ടായിയുടെ കാര്യമല്ലേ എടുത്തു കൊടുക്ക്, അല്ലെ 2 ബിസ്ക്കറ്റിന്റെ കാര്യമല്ലേ എടുത്തു കൊടുക്ക് എന്ന് പറയും. പക്ഷെ കുട്ടി അതിൽ നിന്ന് ലേൺ ചെയ്യുന്ന, കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നുപോകും. കുട്ടി ലേൺ ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മൂമ്മ ഉള്ളപ്പോഴാണെങ്കിൽ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ അമ്മൂമ്മയെ വളരെ കരുണയോടെയുള്ള ഒരു നോട്ടം അമ്മൂമ്മയെ നോക്കുകയും കൂടെ ചെയ്യും. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരും, എൻ്റെ കുഞ്ഞിന് ഒരു 2 ബിസ്ക്കറ്റ് കൊടുക്കത്തില്ല. അപ്പൊ തന്നെ ഒന്നിൽ അമ്മൂമ്മ കൊടുക്കും, അല്ലെ അത് കൊടുക്കാൻ വേണ്ടി പ്രഷർ ചെയ്യും. അപ്പൊ കുട്ടിക്ക് അതൊരു ലേണിംഗാണ്. ഇതെല്ലാം ലേണിംഗ് ആയിട്ടാണ് വരുന്നത്. എന്നോട് തീരുമാനം എടുത്തു, ഇത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എനിക്ക് കിട്ടും, ഇത് നല്ല അവസരമാണ്, ഇനി ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഞാൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ കുട്ടി അത് വെച്ചിട്ട് പിന്നെ വലുതായി വരുമ്പം അതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റ് ആയിരിക്കല്ല, പിന്നെ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് അവർ വരും. ഇത് നമ്മൾ നടത്തി കൊടുക്കും. ഒരു ഘട്ടം കഴിയുമ്പം നമ്മൾ നടത്തത്തില്ലെന്ന് പറയും. അപ്പം നമ്മൾ തമ്മിൽ, പേരൻറ്റും കുട്ടിയും തമ്മിൽ പ്രശ്നങ്ങളിൽ അത് കലാശിക്കും. പേരൻറ്റിനെ ഇഷ്ടമല്ല, ഹേറ്റ് യു എന്നൊക്കെ പറയുന്നത് ആ സ്റ്റേജിലാണ്. ഇനി ഓട്ടിസം ഉള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ അവർ ഒരു തവണ ചെയ്താൽ അടുത്ത പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ കാര്യമായിട്ട് ചെയ്യാനായിട്ട് അവർക്കറിയാം. അപ്പം അവരെപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിലാണ് അവർ ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര നടക്കുകയല്ലെന്ന് പറഞ്ഞാലും അവർക്ക് ആ കരച്ചിലിൻ്റെ ഒക്കെ ഇൻറ്റൻസിറ്റി കൂട്ടി, നല്ല പോലെ കൂട്ടിയിട്ട് അപ്പോഴെല്ലാം സൂത്രത്തിൽ ഇങ്ങനെ നോക്കുന്നതും കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് നല്ല ബുദ്ധി തന്നെയുണ്ട്. അപ്പം ഇത് നല്ല അവസരമാണെന്ന് വെച്ചിട്ട് മിക്ക കുട്ടികളും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മളുടെ ട്രെയിനിങ്ങിൽ വരുമ്പോൾ ഇത് നിന്നു പോകരുതല്ലോ. അപ്പം നമ്മൾ ആ കരച്ചിലും ബഹളവും ഒക്കെ കേൾക്കാനും സഹിക്കാനും ഒക്കെ തയ്യാറാവണം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ കുട്ടി ഇങ്ങനെ ഇപ്പൊ ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞിന്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ കുട്ടിയെ സിമ്പത്തറ്റിക്കലായിട്ടാണ് കാണുന്നത്. എംപത്തറ്റിക്കലായിട്ട് ഒരിക്കലും കാണാറില്ല. അതായത് കുട്ടിയുടെ പ്രശ്നത്തെ പഠിച്ച് ഫേം ആകേണ്ട സ്ഥലത്ത് ഫേം ആയിട്ട് ഈ കുഞ്ഞിനോട് ഇടപെടാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. അപ്പൊ കൊച്ച് ഒരു 5-8 വയസ്സാകുമ്പോഴേക്കും കുട്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത്രയും കാലം ഒരു തടസ്സങ്ങളും വരുത്തിയിട്ടില്ല. അപ്പോൾ ഒരു തടസ്സവും വരുത്താത്തത് കൊണ്ട് ഇനിയാണെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് കുട്ടി ധരിക്കുന്നത്. ഫേം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക എന്നല്ല. എല്ലാവരും കുട്ടികൾ എന്താ ചെയ്യുന്നേ? കയർത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മളുടെ കുറച്ച് എനർജിയും പോവും, നമുക്കൊരു നിരാശയും വരും. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നടക്കത്തില്ല. ഫേം ആകുക എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട് തന്നെ കർശനത്വം കൊണ്ടുവരിക. ഇത് നടക്കത്തില്ല എന്ന് കുട്ടിയെ മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും പറയും, ഓട്ടിസം ഉള്ള കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടായിരിക്കണം. നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് കുട്ടിക്ക് മനസ്സിലായില്ലയോ എന്ന് ഇത് പറഞ്ഞല്ല നമ്മൾ പരീക്ഷിക്കേണ്ടത്. അതിന് മുന്നേ തന്നെ
കുഞ്ഞിനെ ഒരുക്കിയെടുക്കണം. ഞാൻ ഈ പറയുന്ന എന്താണെന്ന് മനസ്സിലാണെങ്കിൽ നമുക്ക് ആക്ഷനും പറയലും കൂടെ ഒന്നിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ ഗ്ലാസ് എടുത്തു തരൂ എന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞിന് എടുത്തു തരാൻ അറിയത്തില്ല, അല്ലെ ഒരു പന്ത് ഇട്ട് കൊടുത്തു, ആ പന്ത് അമ്മയ്ക്ക് എടുത്തു തരൂ. അങ്ങനെ എടുത്തു തരൂ എന്ന് പറയുന്ന കാര്യം കുഞ്ഞിന് മനസ്സിലാവും, അമ്മയ്ക്ക് എന്നുള്ള കാര്യവും കുട്ടിക്ക് മനസ്സിലാവും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. കുഞ്ഞത് എടുത്തോണ്ട് വരത്തില്ല, ഉറപ്പാണ്. ആദ്യ കാലങ്ങളിലൊന്നും കുഞ്ഞ് എടുത്തോണ്ട് വരത്തില്ല. അപ്പൊ ഇനി ഒരാളും കൂടെ സപ്പോർട്ട് നിന്നിട്ട് അമ്മയ്ക്ക് ആ പന്ത് എടുത്തു തരൂ എന്ന് പറയുമ്പം ആ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആള് പോയിട്ട് കുഞ്ഞിനെ കൊണ്ട് ആ പന്ത് എടുപ്പിച്ച് അമ്മയ്ക്ക് കൊണ്ട് തരുന്നതായിട്ട് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം ക്രമേണ കുട്ടി ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് കുട്ടി നമ്മുടെ ലാംഗ്വേജിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മുടെ ഈ ഭാഷ നമ്മൾ എന്താ പറയുന്നതെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നേ ഇല്ല. മനസ്സിലായി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അവർ റെസ്പോണ്ട് ചെയ്യും. അത് എൻ്റെ ഇത്രയും കാലത്തെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മളുടെ ഭാഷ അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണെന്ന്. അപ്പോൾ ഇംഗ്ലീഷോ മലയാളമോ ഏത് ഭാഷ വേണേലും അവർക്ക് മനസ്സിലാവും. ചില കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ മലയാളത്തിലും ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുന്നു. അവരതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. നല്ല ഹ്യൂമറുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പം ഈ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന കുട്ടി എന്ന് പറയുന്നവൻ ചിരിക്കും, ഉറക്കെ ചിരിക്കും. അതെങ്ങനെയാണ് കുട്ടി ചിരിക്കുക? കുട്ടിക്ക് മനസ്സിലായിട്ടല്ലേ. അപ്പോൾ ആ ചിരി കാണുമ്പോൾ അതിന്റെ മീനിങ് നമുക്ക് ആ ചിരിക്കകത്തുനിന്ന് മനസ്സിലാക്കാം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ചെയ്യാനും പ്രാപ്തിയുള്ളവർ തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവർ നമ്മളോട് തിരിച്ചു പറയുന്നില്ല എന്നുള്ള കാര്യത്തിലാണ്. അത് നമ്മളാണ് പരിഹരിക്കേണ്ടത്. തിരിച്ചു പറയുന്നത് അവരുടെ ഉള്ളിൽ ആവശ്യത്തിന് ലാംഗ്വേജ് എത്തിക്കഴിയുമ്പോഴാണ്. അതുവരെ അവർക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അതും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. 12 വർഷത്തോളം ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് സ്പീച്ച്, ഒത്തിരി തെറാപ്പികൾ എടുത്തതിന് ശേഷം വന്ന കുട്ടികളുണ്ട്. അവര് നമ്മളുടെ അടുത്ത് വന്ന് ഒരു വർഷം 1.5 വർഷമൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ പുഷ് ചെയ്യുകയേ വേണ്ട. അവർ സംസാരിച്ച് തുടങ്ങും, തമാശകൾ പറഞ്ഞു തുടങ്ങും. നമ്മളുടെ ഒപ്പം അവർ നമ്മളെ ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കളിപ്പീരുകളൊക്കെ തുടങ്ങും, മാനിപ്പുലേഷൻസ്. അതൊക്കെ വളരെ രസകരമായിട്ടാണ് അവരവതരിപ്പിക്കുന്നത്, നമ്മൾക്കത് ഫീൽ ചെയ്യുന്നത്. പേരൻസ് എപ്പോഴും ഒത്തിരി സന്തോഷത്തോടെയാണ് പറയുന്നത്. ഒരു പേരന്റ് പറഞ്ഞു, അനീതിക്കുട്ടിയുടെ സ്കൂളിലെ ഫീസ് അടയ്ക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഈ മൂത്ത കുട്ടിയാണ്. മൂത്ത കുട്ടി ഓട്ടിസ്റ്റിക് ആയിരുന്നു. ഇപ്പോൾ അവൾ നല്ല സുന്ദരമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾക്ക് അവിടെ പോകണ്ടേ, അവരുടെ വീട്ടിൽ പോകണ്ടേ, അവിടെ ചെല്ലുമ്പോൾ സുഖമില്ലാത്ത ആളുകളെ കാണുമ്പം ഇപ്പൊ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമ്മളെപ്പോലെ ഒത്തിരി നീട്ടിയുള്ള സെന്റൻസുകളല്ല, പക്ഷെ ക്രിസ്പായിട്ടുള്ള സെന്റൻസുകളിൽ അവർ കാര്യങ്ങൾ അന്വേഷിക്കുമ്പം എല്ലാവർക്കും സന്തോഷമാണ്. കുട്ടിയുടെ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്, ആ ഫാമിലിക്ക് സന്തോഷമാണ്. ഇത് ശരിക്കും അവർക്ക് നമ്മളുടെ ലാംഗ്വേജ് എവിടെ എങ്ങനെ പറയണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ വാക്കുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആശയങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതും ഒരു നീണ്ട പരിചയവും നീണ്ട പ്രാക്ടീസും പേരൻറ്റിന് വേണം. പേരൻറ്റ് പഠിക്കണം, പേരൻറ്റ് പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ കുട്ടിയെ പരിശീലിപ്പിക്കണം. എല്ലാറ്റിലും ഉപരി പേരൻറ്റിൻ്റെ ലേണിങ് തന്നെയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. എപ്പോഴും അതാണ് ഈ കുഞ്ഞിനെ സഹായിക്കുന്നത്. ബാക്കി തെറാപ്പികളൊക്കെ സഹായിക്കുന്നില്ലെന്നല്ല, ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ പേരൻറ്റിൻ്റെ പഠനമാണ് കുഞ്ഞിനെ ഏറ്റവും അധികം സഹായിക്കുക. പിന്നെയുള്ള ഒരു ബിഹേവിയറൽ ഇഷ്യൂ എന്ന് പറയുന്നത് ബഹളം ഉണ്ടാക്കൽ തന്നെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പം അവിടെയുള്ള സാധനങ്ങൾ തട്ടിപ്പൊട്ടിക്കുക, ഗ്ലാസ് പാത്രങ്ങളുണ്ടെങ്കിൽ തട്ടിയിടുക, ഇതൊക്കെ അവർക്കറിയാം. ഇത് തട്ടി താഴെ ഇടുമ്പം ഒച്ച കേൾക്കും, അവർക്കതൊരു രസമായിട്ട് തീർന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് പ്രാക്ടീസ് ചെയ്തത്? നമ്മൾ പുറകോട്ട് പോകണം, ചിന്തിച്ച് നോക്കണം, ഇതെന്നാണ് തുടങ്ങിയത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കുട്ടി ട്രയൽ ആൻഡ് എറർ നടത്തിയതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഉപദ്രവിക്കുന്നത്, കുട്ടികളെ ഉപദ്രവിക്കുന്നത് അവർക്ക്
ഒരടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും വേദനിക്കുന്നതായിട്ടൊന്നും അവര് കാണിക്കാറുമില്ല. വേദനിച്ചാൽ തന്നെ ആ വേദനയുടെ അളവ് എത്രമാത്രം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാനും പറ്റുന്നില്ല. അതേസമയം അവർ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ തൊട്ട് കാണിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർ റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തിനെ തട്ടിയെന്നുള്ള രീതിയിൽ നമ്മളെ നോക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതിനു മുന്നേ അവർക്കത് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു, അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഉന്തിയിടുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കുന്നത് ആഫ്റ്റർ 8 to 10 ഇയേഴ്സിന് ശേഷമാണ്. അതുവരെ നമ്മൾ കുഞ്ഞല്ലേ, ഒന്ന് തൊട്ടല്ലേ ഉള്ളൂ, ഒന്ന് തട്ടിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം ആശ്വസിക്കും. ആ ആശ്വസിക്കൽ കുഞ്ഞിലേ മുതലേ ഉണ്ട് ഈ കുഞ്ഞി കാണിക്കുന്നത്. അപ്പൊ അന്ന് ആശ്വസിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ചില പേരൻസ്. ഒരു രക്ഷയില്ല, ഭയങ്കര ഉപദ്രവമാണ്. അപ്പൊ നമ്മൾ തിരിച്ച് പുറകോട്ട് ചോദിച്ച് ചെല്ലുമ്പം മനസ്സിലാകുന്നത് ഈ കുട്ടി കുഞ്ഞിലേ ഇവരെ ഉപദ്രവിച്ചപ്പം അത് ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിരുന്നു നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചത്. നമ്മുടെ വിചാരം ആ പ്രശ്നം അവിടെ കൊണ്ട് പരിഹരിച്ച് അങ്ങ് പോയിക്കോളും. ഇല്ല, അവർക്കൊരു ശീലമാണ് കിട്ടിയത്. ആ ശീലത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാകത്തില്ല. അവർക്കറിയാം ഇതെങ്ങനെ നടത്തിയെടുക്കണമെന്ന്. അവർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പുസ്തകം നോക്കി പഠിച്ച് അതേപോലെ പറഞ്ഞു വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് ജീവിക്കാനുള്ള ഇന്റലിജൻസ് അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് എക്സ്പ്രസ് ചെയ്ത് നമ്മളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അവിടെയൊക്കെ മാനുഷികമായിട്ടാണ് ചിന്തിക്കേണ്ടത്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പം നമുക്ക് ഇവരെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. കാണുമ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴേക്കും നല്ല റിസൾട്ട് ഇവർ തരുന്നുണ്ട്. അവർ നല്ല മിടുക്കരായിട്ട് ജീവിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്, തിരിച്ചറിവുള്ളവരായിട്ട് ജീവിക്കാൻ തയ്യാറാകുന്നുണ്ട്. അതാണ് എൻ്റെ അനുഭവം.